അഞ്ചലിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോവയ്ക്കായെ പറ്റിയാണ് പ്രതിപാദിക്കാൻ പോകുന്നത്. അതായത് ഈ കോവയ്ക്ക നമ്മളിപ്പം ഇതിപ്പോൾ ഒരു 2 മാസമായുള്ളൂ. ഇത് നട്ടതിന് ശേഷം 2-2.5 മാസമായി, ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കിത് കാ മുഴുവൻ ലഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിപ്പം ഉണ്ടായിട്ടൊരു ഒരാഴ്ചക്കുള്ളിലേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, പൂ പിരിഞ്ഞ് റെഡി ആയിരിക്കുകയാണ്. നമ്മളിതിന് വളം കൊടുക്കുന്നത് ചാണകപ്പൊടി നല്ലപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളൊരു 3 നേരം വെള്ളം നനച്ച് കൊടുക്കണം. അതായത് ഒരു രാവിലെ ഒരു 7 o'clock, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3:30, അത് കഴിഞ്ഞാൽ 6 മണി, ഇങ്ങനെ നമ്മളൊരു 3 ടൈപ്പിൽ വെള്ളം നനച്ച് കൊടുത്താൽ നല്ലപോലെ കാ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഈ പുഴുവശലം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ വെളുത്തുള്ളിയുടെ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, വെളുത്തുള്ളി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം നല്ല രീതിയിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3 ട്രിപ്പ് പറിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കും. 3 അല്ലെങ്കിൽ 4 ട്രിപ്പ് പറിക്കാൻ പറ്റും. കാരണം എപ്പോഴും ഇങ്ങനെ കാ വന്നുകൊണ്ടേയിരിക്കും. ഈ കോവൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതാണ് പൂവ്. പൂ വിരിഞ്ഞൊരു 3 ദിവസത്തിനുള്ളിൽ അത് കായായിട്ട് മാറും. നമുക്കതൊരു 5 days കൊണ്ട് നമുക്ക് പറിച്ച് കറിയാക്കി മാറ്റിയെടുക്കാം. പിന്നെ ഒരു 7 ദിവസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചുവടെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കി ചാണകവും മണ്ണും വേപ്പിമണ്ണൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിന് വളരെയധികം വളർച്ച ഉണ്ടാകും. ഈ ചെറിയ വരുന്ന ഈ ഇലകളുടെ എല്ലാം പറിച്ച് കൊടുക്കുന്നതിന് ശേഷം ഇതിലേക്ക് നല്ലപോലെ വെള്ളം ടോട്ടൽ മണ്ടയിൽ കൂടെ എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ പുഴുശല്യം ഒന്നും ഉണ്ടാകാതിരിക്കും. അതാണ് കോവലിനെ പറ്റി പ്രതിപാദിക്കുക.